ഡൊണാൾഡ് ട്രംപ് യുഗത്തിലേക്ക് ലോകം കടക്കുകയാണ്. അല്പസമയത്തിനകം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് 45ാമത് അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യും. ഡൊണാൾഡ് ട്രംപ് യുഗം തുടങ്ങുന്നു. അല്പസമയത്തിനകം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യും. ഡൊണാൾഡ് ട്രംപ് പോപ്പുലർ വോട്ടിൽ പിന്നിലാണെങ്കിലും ഇലക്ട്രൽ കോളേജിൽ മുമ്പിലെത്തി അമേരിക്കയിൽ പുതിയ ചരിത്രത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് ലോകത്തിൻ്റെ മുന്നിൽ ഉയരുന്ന ചോദ്യങ്ങൾ? വിശകലനങ്ങളിലേക്കാണ് പോകുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് അംബാസഡർ ടി പി ശ്രീനിവാസൻ, ഡോക്ടർ പി ജെ വിൻസെന്റ്, ശ്രീ റെജി ലൂക്കോസ്, ഒ അബ്ദുള്ള, ഡോക്ടർ ജി ഗോപകുമാർ തുടങ്ങിയവർ. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ അമേരിക്കയിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്ന ആളാണ്, ഇപ്പോഴും അമേരിക്കയെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എങ്ങനെ അതിനെ താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകന്റെ കണ്ണിലൂടെ വായിച്ചെടുക്കും? ആദ്യ വരികൾ. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആകുമ്പോൾ കൗതുകരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രയ്ക്കും അൺപോപ്പുലർ ആയിട്ടുള്ള ഒരാൾ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് വരുന്നില്ല. അതായത് നമ്മളുടെ ഒബാമ അമേരിക്കൻ പ്രസിഡൻ്റായി വന്ന സമയത്ത് അദ്ദേഹത്തിന് ഏതാണ്ട് 82% അമേരിക്കൻ ജനതയുടെ പിന്തുണ ഉണ്ടായിരുന്നു. ഇന്ന് ആ ഒബാമ പടിയിറങ്ങുമ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ ഈ ഒരു വൈരുദ്ധ്യം അവിടെയുണ്ട്. പക്ഷെ ഞാനിതിനെ വേറൊരു തലത്തിലാണ് കാണുന്നത്. അതായത് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചുള്ള ഭീതിജനകമായ ഒരു പ്രചരണം ലോകം മുഴുവൻ അഴിച്ചുവിട്ടിരിക്കുകയാണ്. രണ്ടാമത് അമേരിക്കയുടെ ഉള്ളിൽ ഡെമോക്രാറ്റിക് കക്ഷിയിൽപ്പെട്ട സെനറ്റർമാരിൽ ഒരു ചെറിയ വിഭാഗവും അവിടുത്തെ നല്ലൊരു ശതമാനം ഈ അതായത് അമേരിക്കയിൽ കുടിയേറെ പാർത്തിരിക്കുന്ന ചില വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഈ ഇദ്ദേഹത്തിനെതിരായിട്ട് അവിടെ വൻ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും അദ്ദേഹത്തിന് അംഗീകരിക്കത്തില്ല എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരിക്കുന്നു. 18 ലക്ഷം ആൾക്കാരുടെ ശ്രോതാക്കളായിട്ട് അല്ലെങ്കിൽ തെരുവിൽ അമേരിക്കയുടെ വാഷിങ്ടൺ സ്ട്രീറ്റിൽ തങ്ങൾ വരവേറ്റ പ്രസിഡന്റ് ആയിട്ട് സത്യപ്രതിജ്ഞ സമയത്ത് ഒബാമയും ഇപ്പോൾ കേവലം 3.5 ലക്ഷം ആൾക്കാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയും തമ്മിലുള്ള ആ ഒരു അതിൻ്റെ ആ രീതിയിൽ ജനങ്ങളുടെ വികാരത്തെ പ്രകടമാക്കുന്നതിനുള്ള കാരണമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ വിശദീകരിച്ചത്. പക്ഷേ ഞാൻ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ ഒരു നാശത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ഈ ദുഷ്പ്രചരണത്തിന് അടിസ്ഥാനമില്ല എന്നാണ് എനിക്കിതിനകത്ത് ആദ്യമേ തന്നെ ഡോക്ടർ ചോദിച്ചതിന് മറുപടി പറയാനുള്ളത്. ഞാൻ ശ്രീ റെജി ലൂക്കോസിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ പി ജെ വിൻസെന്റ്, ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ് അവസാനിപ്പിച്ചത് എങ്ങനെയാണ് ട്രംപിനെ ലോകം നോക്കിക്കാണുന്നത് എന്നതിനെ സംബന്ധിച്ചാണ്. അതായത് ട്രംപ് പല തരത്തിലുള്ള ആശങ്ക ഉയർത്തുന്ന ചോദ്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്പ മണിക്കൂറുകൾക്ക് മുൻപ് കഴിഞ്ഞ ദിവസം വൈകിട്ട് വാഷിങ്ടണിൽ തന്നെ ലിങ്കൺ മെമ്മോറിയലിൽ അദ്ദേഹം ഒരു ജനങ്ങളെ അഭിസംബോധന ചെയ്തു. അവിടെ അദ്ദേഹം പറഞ്ഞത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേറ്റർ ദാൻ എവർ ബിഫോർ എന്നുള്ള അർത്ഥത്തിലേക്ക് വലിയ ആവേശമുയർത്തുന്ന, അമേരിക്കക്കാർക്ക് വലിയ ആവേശം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണ് അവിടെ നടത്തിയത്. ഈ ആവേശം തുടർന്നുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രവർത്തനങ്ങളിൽ എങ്ങനെയൊക്കെ നിഴലിക്കും എന്നാണ് താങ്കളുടെ പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപിൻ്റെ വിദേശ നയവും ആഭ്യന്തര നയവും രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് 1930കളിൽ ഹിറ്റ്ലറും ഇത് തന്നെയാണ് പറഞ്ഞത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഭീഷണമായ രൂപത്തിൽ ദേശീയ സ്വത്വം തകർക്കപ്പെട്ടു ജർമ്മനിയുടെ. അത് തിരിച്ചു പിടിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ യഥാർത്ഥത്തിൽ ആഗോളീകരണത്തിൻ്റെ ഭാഗമായി ആഗോളീകരണത്തിൻ്റെ വിജയമാണ് ഒരർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ കാണുന്നത്. ആഗോളീകരണത്തെ അമേരിക്കനൈസേഷനാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് അവർ നടത്തിയത്. ആഗോളീകരണം എന്ന പ്രക്രിയ പൂർണ്ണമായി അമേരിക്കനൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. അത് പരാജയപ്പെട്ടെന്ന് മാത്രമല്ല 2002 മഹാമാന്ദ്യത്തോടുകൂടി ഏകധ്രുവ ലോകം എന്നുള്ള അമേരിക്കയുടെ സ്വപ്നത്തിന് തന്നെ തിരിച്ചടിയായി. അപ്പോൾ മുതലാളിത്ത ലോകത്ത് ഭീകരമായ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അതിദേശീയതയുടെ വളർച്ച ഉണ്ടാവാറുണ്ട്. അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്പിലൊക്കെ അതാണ് സംഭവിച്ചത്. ഒരു തീവ്ര ദേശീയത വാദത്തിൻ്റെ
പിൻബലത്തിലാണ് പുടിൻ അതിശക്തനായി റഷ്യയിൽ വന്നിട്ടുള്ളത്. അതുപോലെ യൂറോപ്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ മാർഗരറ്റ് താച്ചർക്ക് ശേഷം വോട്ടും സീറ്റും നേടി വീണ്ടും അധികാരത്തിൽ വരാൻ ഡേവിഡ് കാമറൂണിനെ സഹായിച്ചതും അവിടുത്തെ ഒരു യാഥാസ്ഥിക മുന്നേറ്റമാണ്. യൂറോപ്പിലുള്ള പല രാജ്യങ്ങളും സമാനമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് അമേരിക്കൻ നേറ്റീവിസം എന്നൊക്കെ വിളിക്കുന്ന അമേരിക്കയിലെ ഈ നവയാഥാസ്ഥിക മുന്നേറ്റത്തെ കാണേണ്ടത്. അവിടെ 2008 മാന്ദ്യത്തെ തുടർന്ന് അമേരിക്കൻ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധി വളരെ ആഴത്തിലുള്ളതാണ്. അത് പരിഹരിക്കുന്നതിനുള്ള ഒറ്റമൂലി പരിഹാരമാണ് യഥാർത്ഥത്തിൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് ആഭ്യന്തരമായി അമേരിക്കയുടെ ശാക്തീകരണത്തിന് ലക്ഷ്യം വയ്ക്കാതെ അമേരിക്കയിലെ കുറേ ശത്രുക്കളെ പ്രഖ്യാപിച്ച്, പ്രത്യേകിച്ച് ആഭ്യന്തര ശത്രുക്കളായിട്ട് അവിടുത്തെ മുസ്ലിമുകൾ, കുടിയേറ്റക്കാർ, ഹിസ്പാനിക്കുകൾ, അതുപോലെ ഇതര മതവിശ്വാസികൾ, ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകിച്ച് കറുത്ത വംശക്കാർ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് അമേരിക്കൻകാരുടെ ഈ തകർച്ചയ്ക്ക് കാരണമെന്ന് പറയുക. അതോടൊപ്പം WTO, അതുപോലെ മെക്സിക്കോയിൽ നിന്നുള്ള അഭയാർത്ഥികൾ, പിന്നെ യൂറോപ്യൻ നാറ്റോ സഖ്യകക്ഷികൾ, അവിടെ ഇൻഗ്രേറ്റ്ഫുൾ അലൈസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അവർ വേണ്ടത്ര സഹായിക്കാത്തത് തുടങ്ങി അമേരിക്കയുടെ യുണൈറ്റഡ് നേഷൻസ് അടക്കം അതിപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. ഡോക്ടർ പി ജെ വിൻസൻ, ഞാൻ ഒരു മിനിറ്റ്, നമ്മുടെ പ്രതിനിധി ശ്രീ ജോസ് കടാപ്പുറം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ജോസ് കടാപ്പുറം, ഇപ്പോൾ ഡോക്ടർ പി ജെ വിൻസെന്റ് ഉൾപ്പെടെ ഡോക്ടർ ശ്രീ റെജി ലൂക്കോസ് ഉൾപ്പെടെ ഇവിടെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത് അമേരിക്കയെ ലോകം എങ്ങനെ ആശങ്കയോടുകൂടി ഈ നിമിഷങ്ങളിൽ കാണുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം അമേരിക്ക ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ചില മുഹൂർത്തങ്ങളും ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നു. ഇന്ന് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നാളെ അവിടെ ശനിയാഴ്ച നമ്മൾ മനസ്സിലാക്കുന്നത് ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അവിടെ വിമൻസ് മാർച്ച്, ഹ്യൂജ് വിമൻസ് മാർച്ച് സംഘടിപ്പിക്കുന്നു ട്രംപിനെതിരായി. ഇനിയുള്ള 4 വർഷങ്ങളിൽ ഡെമോക്രാറ്റുകൾ വെറുതെ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് അവിടെ നിന്നുള്ള തത്സമയ അവസ്ഥ? അതിനാൽ ഇവിടെ ആഘോഷങ്ങൾ ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് 1 മണിക്കൂറിനകം ഇവിടെ രാവിലെ 11:30 പ്രസിഡന്റ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ആരംഭിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം ചീഫ് ജസ്റ്റിസ് ജോൺ ജി റോബർട്ട്സിന് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ഡൊണാൾഡ് ട്രംപ് 45ാമത് പ്രസിഡന്റായി സ്ഥാനമേൽക്കും. അമ്മ നൽകിയ ബൈബിളും എബ്രഹാം ലിങ്കന്റെ ബൈബിളും കൈകളിൽ വെച്ചാണ് ഈ സത്യപ്രതിജ്ഞ അദ്ദേഹം ചെയ്യുന്നത്. ഒബാമയും ലിങ്കന്റെ ബൈബിളിൽ കൈവച്ചാണ് മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്തത്. 35 വാക്കുകളാണ് പ്രസിഡന്റ് ഏറ്റുപറയുക. അത് I do solemnly swear that I will faithfully execute the office of President of the United States and will to the best of my ability preserve, protect and defend the Constitution of the United States. ഇങ്ങനെ 35 വാക്കുകളാണ് അദ്ദേഹം സത്യപ്രതിജ്ഞയിൽ പറയാ. വ്യാഴാഴ്ച തന്നെ ട്രംപും ഭാര്യ മെലനിയും വാഷിംഗ്ടൺ DC-യിലെത്തി. വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളും നേരത്തെ തന്നെ എത്തിയിരുന്നു. ജിമ്മി കാർട്ടർ, ബിൽ ക്ലിന്റൺ, ജോർജ് ബുഷ് ജൂനിയർ, ബറാക് ഒബാമ തുടങ്ങിയവർ ചടങ്ങിൽ ഇന്ന് പങ്കെടുക്കും. ഹിലരി ക്ലിന്റണും ചടങ്ങിലെത്തും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പെൻസിൽവാനിയ അവന്യൂവിൽ നടക്കുന്ന പരേഡിൽ പ്രസിഡന്റ് ട്രംപും വൈസ് പ്രസിഡന്റ് പെൻസും പങ്കെടുക്കും. ആയിരക്കണക്കിന് സൈനികർ പരേഡിൽ അണിനിരക്കും. വൈകിട്ട് 7 മുതൽ ഉദ്ഘാടന നൃത്ത പരിപാടികൾ, ഇനാഗുറൽ ബാൾസ് 3 കേന്ദ്രങ്ങളിലായി നടക്കും. ട്രംപ് അവയിൽ പങ്കെടുത്ത് ചുവടുകൾ വയ്ക്കും. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മുമ്പ് ട്രംപും പെൻസും വാഷിംഗ്ടൺ നാഷണൽ കത്തീഡ്രലിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതോടെ പ്രസിഡൻഷ്യൽ ഇനാഗുറേഷന്റെ ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും. ഇവിടെ ടിവിയിലും കമ്പ്യൂട്ടറിലും ഈ ചടങ്ങുകൾ തത്സമയം കാണാവുന്നതാണ്. പ്രതിഷേധ പ്രകടനങ്ങൾ ലാൽ പറഞ്ഞതുപോലെ ഇതിനോടൊപ്പം തന്നെയുണ്ട്. ഏറ്റവും വലിയ റാലി ശനിയാഴ്ച നടക്കാൻ പോവുകയാണ്. അത് വനിതകളുടെ മാർച്ചാണ്. ഏതാണ്ട് 10,000-ലധികം വനിതകൾ അതിൽ പങ്കെടുക്കും. പ്രസിഡന്റുമാരിൽ ഏറ്റവും ധനികനും ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയുമാണ് 70-കാരനായ ട്രംപ്. റൊണാൾഡ് റീഗൻ സ്ഥാനമേൽക്കുമ്പോൾ ഏതാണ്ട് 69 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇദ്ദേഹത്തിന് 70 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അധികാര കൈമാറ്റ കാലത്ത് ഏറ്റവും കുറഞ്ഞ ജനപ്രീതിയോടെയാണ് ട്രംപ് വൈറ്റ് ഹൗസിലെത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും കുറഞ്ഞ ജനപ്രീതി, എന്നിട്ടും വൈറ്റ് ഹൗസിലെത്തി പ്രസിഡന്റ് ആകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മുടെ മുമ്പിലുള്ളത്. കോൺഗ്രസിലെ ഏക മലയാളി അംഗമായ പ്രമീള ജയപാൽ അടക്കം 40-ൽ പരം കോൺഗ്രസ് അംഗങ്ങൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രതിഷേധ സൂചകമായി പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ഒരു വാർത്തയാണ്. ഏതായാലും വൈറ്റ് ഹൗസ്
രഹസ്യങ്ങളുടെ താക്കോൽ ഒബാമ ഇന്ന് ട്രംപിന് കൈമാറും. 45ാമത് ഈ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ജനുവരി ഇന്ന് ചാർജ് എടുക്കുന്നതോടെ വൈറ്റ് ഹൗസിൽ സൂക്ഷിച്ചിരിക്കുന്ന അതീവ രഹസ്യങ്ങളുടെ താക്കോൽ പ്രസിഡന്റ് ഒബാമ ട്രംപിന് കൈമാറും. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള റൈറ്റ്, ജോസ് കടാപ്പുറം ആണ് വിവരങ്ങൾ നൽകിയത്. വാഷിങ്ടൺ ഒരുങ്ങിയിരിക്കുന്നു. ഏത് നിമിഷത്തിലും നമുക്ക് അവിടെയുള്ള ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോകാൻ സാധിക്കും. റോയിറ്റേഴ്സിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരിട്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ ഒ അബ്ദുള്ളയും ചേർന്നിട്ടുണ്ട്. ശ്രീ ഒ അബ്ദുള്ള, ഡൊണാൾഡ് ട്രംപ് തുടങ്ങുകയാണ്. ട്രംപ് ഇനാഗുറേഷൻ എന്നാണ് മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്പസമയം കഴിയുമ്പോൾ ട്രംപ് 45ാമത് പ്രസിഡന്റായി മാറുന്നു. ഈ അമേരിക്കയിൽ തന്നെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർ, ന്യൂനപക്ഷങ്ങൾ, കറുത്ത വർഗ്ഗക്കാർ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, ഹിസ്പാനിക്കുകളെ കുറിച്ചൊക്കെ ഇവിടെ ചർച്ചയിൽ വന്നു. ഇവരൊക്കെ ആശങ്കയോടുകൂടി കാണുന്ന ട്രംപ്, ഇതുവരെ പ്രസംഗങ്ങളിലൂടെ നമ്മൾ കേട്ട ട്രംപ്, അത് തന്നെയാണ് തുടരുക. ഇനിയുള്ള നിമിഷങ്ങളിലെ അദ്ദേഹത്തിൻ്റെ വലിയ പ്രസംഗത്തിലും പ്രസിഡന്റായ ശേഷവും അത് തന്നെ തുടരും എന്ന് തന്നെ വായിക്കുകയാണോ താങ്കളെപ്പോലെയുള്ള നിരീക്ഷകരും? അല്ല, അതിനേക്കാൾ അപ്പുറം ഞാൻ വായിക്കൽ. കാരണം നേരത്തെ വലിയ സമാധാനവും, ഉദാഹരണമായിട്ട് ഏറ്റവും നിയറസ്റ്റ് ഉദാഹരണം ക്യൂബയിൽ നിന്ന് അവിടുത്തെ ആ ക്യാമ്പ് അടച്ചു പൂട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഒബാമ അധികാരത്തിൽ വന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? പിന്നീട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നു, യുദ്ധത്തിൻ്റെ ദൂരപരിധി കുറക്കുമെന്ന് പറഞ്ഞതായ ഒബാമയുടെ കാലത്ത് ഇറാഖിൽ നിന്ന് പിൻവലിച്ചില്ലെന്ന് മാത്രമല്ല, സിറിയ കയറി അടിക്കുക കൂടി ചെയ്തു. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമാരും അവിടുത്തെ പത്രങ്ങളും അവരൊക്കെ എന്താണോ ചെയ്യുന്നത്, എന്താണോ പറയുന്നത്, അതാണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും പറയാൻ കഴിയില്ല. ചില കാര്യങ്ങൾ അനുകൂലമായിട്ട് പറയാനുണ്ട്. അതിലൊന്ന്, ഏതാണ്ട് 1 മില്യൺ ജനങ്ങളാണ് ഇന്ന് അവിടെ തടിച്ചുകൂടിയത് എന്നാണ് വാർത്ത. അതിൽ ഒരു 1/4, 2.5 ലക്ഷം ആളുകളെങ്കിലും അമേരിക്കൻ പ്രസിഡന്റിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. വളരെ ക്ഷുദ്രമായ മുദ്രാവാക്യങ്ങൾ അവരവിടെ മുഴക്കുകയുണ്ടായി. നമ്മുടെ ഇവിടെയാണെങ്കിൽ, ഇന്ത്യയിലാണെങ്കിൽ CTV പിടിച്ചു, പ്രതികരിക്കുന്നവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ മാത്രം വന്ന ധാരാളം സംഭവങ്ങൾ അവിടെ ഉണ്ടായി. അദ്ദേഹമായി ശയനം, ഒന്നിച്ചുറങ്ങിയതായ സ്ത്രീ അദ്ദേഹത്തിൻ്റെ പ്രജനനാവയത്തെ പറ്റി വരെ വളരെ മോശമായിട്ട അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം ഒരു മോത്താണ് എന്ന്, അതായത് കമ്പിളിപ്പുഴു, ഒന്നിനും കൊള്ളാത്തത്. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ഗോ ഔട്ട്, ഡോണ്ട് എൻ്റർ ടു ദ വൈറ്റ് ഹൗസിലേക്ക് കടക്കരുത്, വി ഡോണ്ട് വാണ്ട് യു എന്നൊക്കെ പറയുകയുണ്ടായി. അതെല്ലാം തന്നെ ക്ഷമാപൂർവ്വം കേൾക്കുന്ന ഒരു ജനത, അതെല്ലാം അനുവദിക്കുന്നതായ ഒരു ജനാധിപത്യ സംവിധാനം നമ്മൾ ഇന്ത്യയിലേക്ക് ചേർത്ത് വെക്കുക. നേരത്തെ ഇവിടെ പറയുന്നത് കേട്ടു, ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുക്കപ്പെട്ട ആൾ, 31% ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുക്കപ്പെട്ടതായ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ അവസ്ഥ എന്താ? ഇത്തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അതിനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, ആരാണോ ട്വിറ്ററിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുള്ളത് അവരുടെ വീട് ഇവിടുത്തെ സംഘപരിവാറുകാർ കയറി അടിച്ച് തകർത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതിനകത്ത് താരതമ്യം ചെയ്യാൻ കൂടി ഒരു അവസരമാണ്. പ്രഖ്യാപനത്തിൽ നിന്ന് വളരെ ഒന്നും പിറകോട്ട് പോകാനുള്ളതായ സാധ്യതയില്ല. പറഞ്ഞതെല്ലാം അദ്ദേഹത്തിന് നടപ്പാക്കാൻ കഴിയുമോ എന്നതാണ്. അതിൽ നടപ്പാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്ന ഒന്ന്, മെക്സിക്കൻ ആ ഏരിയയിൽ ഒരു മതിൽ നിർമ്മിക്കുക എന്നത്, ഇസ്രായേൽ മതിൽ നിർമ്മിച്ചു കഴിഞ്ഞു, വളരെ വലിയൊരു ഭിത്തി. അപ്പോൾ ചൈനീസ് ഭിത്തിയെ തോൽപ്പിക്കുന്ന ഒരു ഭിത്തി ഞാൻ നിർമ്മിക്കുമെന്നും ആ ഭിത്തിക്ക് ട്രംപ് ഭിത്തി മതിൽ എന്നായിരിക്കും പേരിടുക എന്നൊക്കെ പറയുകയുണ്ടായി. അതിനൊന്നും വലിയ പ്രയാസമുള്ളതല്ല. കാശുള്ള ഒരു കൂട്ടർക്ക്, അദ്ദേഹത്തിന് സ്വന്തം പോക്കറ്റിൽ കാശുണ്ട്, അത്തരത്തിലുള്ള ഒരു ഭിത്തി നിർമ്മിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കാം. പിന്നെ മുസ്ലിങ്ങളെ അവിടെ നിന്ന് ആട്ടിപ്പുറത്തേക്കും എന്ന് പറയുന്നു. മുസ്ലിം രാജ്യങ്ങൾക്ക് അല്പമെങ്കിലും ഉഷ്രും ആണത്വം ഉണ്ടെങ്കിൽ ആട്ടി ഓടിച്ചോളൂ, പക്ഷേ നിങ്ങൾ ഇങ്ങോട്ടും വരരുത് എന്ന് പറയുക വേണ്ടത്. നിങ്ങൾ അമേരിക്കക്കാർ ഞങ്ങളുടെ നാട്ടിലേക്ക് വരരുത് എന്ന് പറയാം. രണ്ടാമത്, സൗദി അറേബ്യ വഴക്കമുള്ളതായ രാജാക്കന്മാരുടെ വലിയ പണക്കൊഴുപ്പുള്ള പണത്തിന് ദൂർത്ത്, അതിൻ്റെ ദുർമേധസ്, അതൊക്കെ സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ ഫസ്റ്റ് സിറ്റി ബാങ്ക് അതുപോലെയുള്ളതായ ബാങ്കുകളിലാണ്. അതൊന്നിച്ചങ്ങ് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക തനിയെ പാഠം പഠിക്കും. മുസ്ലിങ്ങളോട് കളിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ അന്ന് അതിനൊന്നൊരു ഫൈസലില്ല. കിങ് ഫൈസൽ ഉണ്ടായിരുന്ന കാലത്ത് അയാൾ ഒരു ഓയിൽ എംബാർഗോ പ്രഖ്യാപിച്ചു. അന്ന് അമേരിക്ക വെള്ളം കുടിച്ചതാണ്. ഇപ്പം അമേരിക്കയ്ക്ക് ഓയിലിന് പകരമായ ഒരു ചെറിയ സാധനം ഉണ്ടെങ്കിലും അതൊന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ നിലനിൽക്കുമെന്ന് അവർക്ക് പോലും. ഞാൻ തിരിച്ചു വരാം ശ്രീ ഒ അബ്ദുള്ള, താങ്കൾ തുടരുക. ശ്രീ റെജി ലൂക്കോസ്, ഇത് ശ്രീ ഒ അബ്ദുള്ള പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങളിൽ, റോയിറ്റേഴ്സ് കൊടുക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ, ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങളിൽ ഇങ്ങനെ ആശങ്കയോടുകൂടി, അല്ലെങ്കിൽ
രണ്ട് കറുത്ത വർത്തമാനം പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് ഏറ്റി വിടുക എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായ ഒന്നും അമേരിക്ക കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. ഈ കാണുന്ന ദൃശ്യങ്ങളിലെ അവസ്ഥയും എനിക്ക് എന്താണെന്ന് കൃത്യമായി പറയാൻ പറ്റുന്നില്ല. അവിടെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പുള്ള നിമിഷങ്ങളിലെ പ്രതിഷേധക്കാരുടെ നടപടികളാകണം നമ്മൾ ഈ കാണുന്നത്. എന്താണ് ഇതൊക്കെ കാണുമ്പോൾ പറയേണ്ടത്? അല്ല, ഇപ്പോൾ അമേരിക്കയിൽ നമ്മുടെ അമേരിക്ക എന്നുള്ള സുഹൃത്ത് പറഞ്ഞ 10,000-ഓളം സ്ത്രീകളെ സംഘടിപ്പിക്കുന്നത്. അവിടെ 2 ലക്ഷം സ്ത്രീകളുടെ റാലിയാണ് നടക്കാൻ പോകുന്നത്. അത് ഓൾറെഡി തന്നെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അമേരിക്കയ്ക്കുള്ളിൽ നടക്കുന്ന ചില ഒരു വംശീയപരമായിട്ടുള്ള ചേരിതിരിവ് ഈ അമേരിക്കയിൽ പിന്നെ ട്രംപിനെതിരെ ഉള്ള പ്രകടനങ്ങളിലും ആശങ്കയിലും നിഴലിക്കുന്നുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ വോട്ടെണ്ണുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ സംസാരിച്ചതാണ്. അന്നും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ട്രംപ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു കറതീർന്ന രാഷ്ട്രീയക്കാരനാണോ എന്നൊരു സംശയം അന്ന് നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പിന്നെ വളരെ 100% തെളിഞ്ഞു കഴിഞ്ഞു അദ്ദേഹം വളരെയധികം ഡീപ്പായി നോളജുള്ള രാഷ്ട്രീയക്കാരൻ. അതിൻ്റെ കാരണം ആ മനുഷ്യൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് ഒരു വൺ മാൻ ഷോ ആയിട്ട് ഫൈറ്റ് ചെയ്ത് കേവലം 32-33 ദിവസം കൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് വന്ന ഒരാളാണ് ഈ ട്രംപ്. ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ പോലും അദ്ദേഹത്തിനെ തള്ളിക്കളഞ്ഞപ്പോൾ ലോകം മുഴുവൻ ഈസി വാക്ക് ഓവർന്ന് പ്രതീക്ഷിച്ച ഹിലാരി ക്ലിൻ്റൺ ആ അമേരിക്കയ്ക്കുള്ളിൽ അൺപോപ്പുലർ ആയിരുന്നു. അത് നമ്മുടെ ചർച്ചകളിൽ ലോകം മുഴുവനും അത് കാര്യമായി ചർച്ച ചെയ്യാതെ പോയ ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്കുള്ളിൽ ട്രംപിനോട് വിരോധമുള്ള ജനത അത്ര ഭയങ്കരമായ രീതിയിലൊന്നുമില്ല. അവിടെ പിന്നെ അമേരിക്കയിൽ ട്രംപിനോട് വിരോധമുണ്ട് എന്ന് ഭാവിക്കുന്ന ആ ഒരു ആൾക്കൂട്ടമാണ് ഇന്നിപ്പോൾ വാഷിങ്ടൺ DC-യിലും ആ പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുന്ന സ്ഥലത്തെല്ലാം കൂടെ തടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാനിതിനകത്ത് കിടന്ന് വേറെ ആശങ്കയുണ്ട്. ഓബ്ദുൾ സാർ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്കൊരു നിഷേധമുണ്ട്. അതായത് ആ അമേരിക്കയ്ക്കുള്ളിലെ മുസ്ലിംസിനെ അവിടുന്ന് അടിച്ചോടിക്കണം എന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല. ട്രംപ് മുസ്ലിം തീവ്രവാദത്തിനെതിരായിട്ട് സംസാരിച്ചു. ഇനി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു അമേരിക്കയിലേക്ക് വരുന്നതിനെക്കുറിച്ച് ഞാൻ പ്രസിഡന്റായാൽ ഒന്ന് പോയി ഒരു ചിന്തനം അല്ലെങ്കിൽ പുനർചിന്തനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ബുദ്ധിമാനായ ട്രംപ് തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പറഞ്ഞ പല വാചകങ്ങളിലും ഇത്തരം മുസ്ലിം വിരുദ്ധത കാര്യമായ രീതിയിൽ കടന്നു വന്നിട്ടില്ല. തന്നെയുമല്ല അമേരിക്കയ്ക്കുള്ളിൽ ജീവിക്കുന്ന മുസ്ലിംസ് ആ രാജ്യത്തിനോട് ഇണങ്ങി ജീവിക്കുന്നവരും ആ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുന്നവരും വളരെ സമാധാനപ്രിയരുമാണ്. ഞാനവിടെ ജീവിച്ച ആളാണ്. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള ഒരു തന്ത്രമാണോ എന്നതുകൂടി വായിച്ചെടുക്കേണ്ടതുണ്ട്. ഞാൻ ഡോക്ടർ PJ വിൻസെന്റ്, ഇപ്പോൾ എല്ലാവരും പങ്കുവെക്കുന്നത് ന്യൂനപക്ഷങ്ങളോട്, അഭയാർത്ഥികളോട്, മറ്റ് രാജ്യക്കാരോട്, മറ്റ് വെളുത്ത വർഗ്ഗക്കാരല്ലാത്തവരോട് ഒക്കെ ഏത് രീതിയിലാണ് ട്രംപിൻ്റെ സമീപനം എന്നുള്ളത് തന്നെയാണ്. ഈ ട്രംപ് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ തന്ത്രപരമായി പ്രസംഗിച്ചത് ഒന്ന്. രണ്ടാമത് കഴിഞ്ഞ ദിവസം പ്രസിഡന്റായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം അദ്ദേഹം ലിങ്കൺ മെമ്മോറിയലിൽ പോയി നിന്ന് പ്രസംഗിക്കുന്നു. ബരാക് ഒബാമ ചെയ്തതുപോലെ തന്നെ ഈ ലിങ്കണെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള എന്തൊക്കെ നടപടികൾ കാണിക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഉള്ള സന്ദേശം നൽകുന്നു. ഇതുകൊണ്ട് മാത്രം ഈ പ്രതിഷേധക്കാരെ തണുപ്പിച്ച് വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ ട്രംപിനാകുമെന്ന് കരുതാനാകുമോ? പ്രതിഷേധം സ്വാഭാവികമായിട്ടുണ്ടാകും. ഇപ്പം 2008 തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ 84% പിന്തുണ ഒബാമയ്ക്ക് ഉണ്ടായിരുന്നു. അതായത് രണ്ടാമത് തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് 79% പിന്തുണ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടാമത് തവണ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട സമയത്തും ഗോഡ് ഹെയ്റ്റ്സ് യു എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ആളുകളുടെ പ്രകടനം ഒബാമയ്ക്കെതിരെയും ഉണ്ടായി. അപ്പോൾ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ അവിടെ സ്വാഭാവികമാണ്. ഇത്തവണ അമേരിക്കൻ സംസ്കൃതിക്കും ജനാധിപത്യ പാരമ്പര്യത്തിനും നിരക്കാത്ത വിധത്തിലുള്ള അയോഗ്യൻ എന്ന് മുദ്രകുത്തപ്പെട്ട ഒരാളാണ്. ആ നിലയ്ക്കുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായി. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള വിഷയം എനിക്ക് തോന്നുന്നത് അമേരിക്ക അതിതീവ്രമായ അതീവ ഗുരുതരമായ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു. ഈ പ്രതിസന്ധിക്ക് എന്താണ് പരിഹാരം? 2 ബദലുകളാണ് അവിടെ ഉയർന്നു വന്നത്. ഒന്ന്, വളരെ കൃത്യമായി ബേർണി സാൻഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള അമേരിക്കൻ പ്രോഗ്രസീവിസം എന്ന് പറയുന്ന ഒരുപക്ഷെ ക്യൂബയിൽ ലാറ്റിൻ അമേരിക്കയിലെ പിങ്ക് റവല്യൂഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഉയർന്നു വന്ന ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിൻ്റെയൊക്കെ ആശയങ്ങളോട് ഐക്യപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം വളരെ ശക്തമാണ് അവിടെ. അത് 2011 ആരംഭിച്ച സുക്കോട്ടി പാർക്കിൽ തുടങ്ങിയിട്ട് വാൾ സ്ട്രീറ്റ് മൂവ്മെൻറ്റിലൊക്കെ അതിൻ്റെ പ്രതിഫലനമാണ് ഉണ്ടായത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ട്രംപിനെതിരായിട്ട് അവിടെ വലിയ രൂപത്തിൽ പ്രതിഷേധം നടത്തുന്ന ചെറുപ്പക്കാരിൽ ബഹുഭൂരിപക്ഷവും യഥാർത്ഥത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കാരല്ല. അവർ ഈ ന്യൂ ജനറേഷനാണ്. അവരുടെ ആരാധ്യ പുരുഷൻ യഥാർത്ഥത്തിൽ ബേർണി സാൻഡേഴ്സ് ആയിരുന്നു. അപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബേർണി സാൻഡേഴ്സ് പരാജയപ്പെട്ടതോടുകൂടി തന്നെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പുരോഗമന ബദൽ
അമേരിക്കൻ സാഹചര്യത്തിൽ ഇല്ലാണ്ടായി. പിന്നീട് അവിടെ അവശേഷിച്ചത് ഈ ട്രംപ് മുന്നോട്ട് വെച്ച നവയാഥാസ്ഥിക ബദലായിരുന്നു. സ്വാഭാവികമായിട്ടും ഒബാമ പദ്ധതി വലിയ രൂപത്തിൽ വിജയം കൈവരിച്ചില്ല. അമേരിക്ക വീണ്ടും തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നു. അപ്പോൾ അമേരിക്ക ഒന്ന് റിവൈവ് ചെയ്തെടുക്കണമെന്ന് ദേശസ്നേഹം ഉള്ള മുഴുവൻ ആളുകളും അതിനോട് ഐക്യപ്പെടുകയും അത്തരം ഒരു വോട്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ അധികാരത്തിലെത്തിച്ചത്. അപ്പോൾ ഈ ഒരു പ്രക്രിയ കൂടുതൽ ശക്തമായിട്ട് തന്നെ അമേരിക്കയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അവിടുത്തെയുള്ള ഒരു അമേരിക്കൻ അമേരിക്കൻ യാഥാസ്ഥികത്തിൽ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് വെള്ളക്കാരുടെ വംശീയ മേധാവിത്വം, രണ്ടാമത്തത് ഒരു പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി. അപ്പോൾ ഈ ക്രിസ്ത്യൻ മതമൗലികവാദത്തോടും അതുപോലെ ഈ അമേരിക്കൻ വംശീയ മേധാവിത്വം, ഈ രണ്ട് വികാരങ്ങളെയും സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് വോട്ടേഴ്സിനെ ഏകീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ 30 വയസ്സിൽ താഴെയുള്ള ബിരുദധാരികളായിട്ടുള്ള അമേരിക്കക്കാർ, സ്ത്രീയും പുരുഷനും ഒക്കെ അദ്ദേഹത്തിനെതിരാണ്, ട്രംപിനെതിരാണ്. അതേസമയം ബ്ലൂ കോളർ ജോലിക്കാരായിട്ടുള്ള ആളുകളിൽ, വെള്ളക്കാരിൽ 10 പേരിൽ 7 പുരുഷന്മാരും 10 സ്ത്രീകളിൽ 6 പേരും ട്രംപിനാണ് വോട്ട് ചെയ്തത്. അപ്പോൾ 9 സ്ത്രീകൾ അദ്ദേഹത്തിനെതിരായിട്ട് ലൈംഗിക ആരോപണം ഉന്നയിക്കുകയും തികഞ്ഞ സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടും അതിനനുസരിച്ച് സ്ത്രീ വോട്ടർമാരുടെ ഒരു കേന്ദ്രീകരണവും ട്രംപിനെതിരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് കാണിക്കുന്നത് വെച്ചാൽ അമേരിക്ക നേരിടുന്ന പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതിന് അമേരിക്കൻ ജനതയുടെ മുന്നിൽ ഈ മോഡൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ട്രംപ് അല്ലാതെ മറ്റ് ബദലുണ്ടായിരുന്നില്ല. അതിനോട് ടി.പി. ശ്രീനിവാസൻ കൂടി നമ്മളോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേർന്നിട്ടുണ്ട്. അംബാസഡർ ടി.പി. ശ്രീനിവാസൻ, പ്രേക്ഷകരുടെ അറിവിലേക്കായി ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങളെല്ലാം റോയിറ്റേഴ്സിന്റെ തത്സമയം നമുക്ക് നൽകുന്ന ദൃശ്യങ്ങളാണ്. ബിൽ ക്ലിന്റണും ഹിലാരി ക്ലിന്റണും ഒപ്പം ഒബാമയും മിസ്സിസ് ഒബാമയും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് തിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് നമ്മൾ കാണുന്നത് എന്ന് വേണം കരുതാൻ. അംബാസഡർ ടി.പി. ശ്രീനിവാസൻ, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അമേരിക്കയ്ക്ക് ഈ ഘട്ടത്തിൽ പറ്റിയ പ്രസിഡന്റ് എന്ന നിരീക്ഷണത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? അത്ര തീർത്തു പറയാവുന്ന കാര്യമല്ല. എല്ലാ സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹം പ്രസിഡന്റായി. അദ്ദേഹം തന്നെയാണ് ഏറ്റവും നല്ല പ്രസിഡന്റ് എന്നോ ക്ലിന്റൺ ആയിരുന്നേക്കും ഏറ്റവും നല്ല പ്രസിഡന്റ് എന്നൊന്നും ആർക്കും അഭിപ്രായമില്ല. ഇതുപോലൊരു വലിയൊരു രാജ്യത്തിന്, ഒരു ജനാധിപത്യ രാജ്യത്തിന് ഇവരെ രണ്ടുപേരെയും കിട്ടിയുള്ളല്ലോ എന്നുള്ള സങ്കടത്തിലാണ് ലോകം മുഴുവൻ. അപ്പൊ അതിൽ രണ്ടുപേരിൽ തന്നെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നതായിട്ട് പലരും കണക്കാക്കിയിട്ടില്ല. പക്ഷേ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട്, ഒന്നാമത്തേത് ഇപ്പോഴത്തെ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരായിട്ടുള്ള ഒരു ഫീലിംഗ്. ഇത് തന്നെ അത് പിന്നെ ഓർക്കേണ്ടത് പോപ്പുലർ വോട്ട് ഹിലാരിക്കാണ് കിട്ടിയത്. അപ്പൊ രണ്ടുപേരും ജയിച്ചു എന്നൊരു സ്ഥിതിവിശേഷം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ തന്നെ വേണം എന്ന് വിചാരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്തതല്ല. അതിന് നമുക്കിപ്പോ കാണുന്ന ഒരിക്കലും ഉണ്ടാകാത്ത പ്രസിഡന്റ് ആകുന്നതിന് മുമ്പുള്ള ഈ പ്രൊട്ടസ്റ്റുകളൊക്കെ കാണിക്കുന്നത് അതാണല്ലോ. അപ്പോ അദ്ദേഹം പ്രസിഡന്റ് ആയി, ശരിയാണ്. അത് അദ്ദേഹം പ്രൂവ് ചെയ്യണം എങ്ങനെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിനെ പറ്റി ഒരു വലിയ വിശ്വാസമോ ഒരു ആശകളോ ഒന്നും അമേരിക്കൻ ജനതയ്ക്കുമില്ല, ലോകത്തിനുമില്ല എന്നുള്ള സ്ഥിതിയാണിപ്പോൾ. അംബാസഡർ ടി.പി. ശ്രീനിവാസൻ, ഈ ന്യൂനപക്ഷങ്ങളോട്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളോടൊക്കെയുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗങ്ങളിലൂടെ കിട്ടിയ ഒരു സൂചനയുണ്ട്. അതിനെ ചിലരെങ്കിലും കാണുന്നത് അമേരിക്ക മുൻകാലങ്ങളിലും ഈ വിഭാഗക്കാരോടൊന്നും അത്ര നല്ല രീതിയിലൊന്നുമല്ല, പ്രത്യേകിച്ച് സിറിയയൊക്കെ ഈ രീതിയിലായതിനെ കുറിച്ചൊക്കെയുള്ള നിരീക്ഷണങ്ങളുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കാനും കടുത്തതാകാനുമാണ് ഇനി ട്രംപിന്റെ കാലത്തും സാധ്യത എന്ന് നയങ്ങളെ വിലയിരുത്തിയാൽ താങ്കൾക്ക് കാണാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന സൂചനകൾ. പക്ഷെ അദ്ദേഹം തുടങ്ങിയത് എല്ലാ മുസ്ലിങ്ങളെയും ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. അത് മാറിയിട്ട് ഇല്ലീഗലായിട്ടുള്ള കുടിയേറ്റക്കാരെ മാറ്റും എന്നൊക്കെയായി. പിന്നെ അതിൽ ബ്രൈറ്റ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ വെക്കാമെന്നായി. അങ്ങനെ ഒരു പ്രാക്ടിക്കൽ നയത്തിലേക്ക് അദ്ദേഹം നീങ്ങിക്കൊണ്ടിരിക്കണമെന്ന് നമുക്കറിയാം. അതേസമയം തന്നെ അദ്ദേഹം തെരഞ്ഞെടുത്ത അദ്ദേഹത്തിന്റെ ഉപദേശകൻ അല്ലെങ്കിൽ മന്ത്രി എന്ന് നമുക്ക് വിളിക്കാവുന്ന അവരൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പഴയ പ്രഖ്യാപനങ്ങളുമായിട്ട് യോജിക്കുന്നവരാണ്. സെനറ്റർ സെഷൻസ്, അദ്ദേഹം ഒരു വലിയ കുടിയേറ്റ വിരോധിയാണ്. അദ്ദേഹത്തിനെയാണ് കുടിയേറ്റത്തിന്റെ ചാർജ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഹോക്സ് ആണ്, ഒരു തട്ടിപ്പാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളിനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് നോക്കാൻ വിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്ന പല കാര്യങ്ങളിലും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നാണ്. പക്ഷെ അത് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്തവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരുമ്പോൾ അതൊക്കെ വിട്ടിട്ട് കുറെ കൂടി ജനങ്ങൾക്ക് അംഗീകരിക്കുന്ന തരത്തിലുള്ള പരിപാടികളിലേക്ക് അദ്ദേഹം നീങ്ങും എന്നുള്ളതാണ് പ്രതീക്ഷ. അത് ഉണ്ടായില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യും.
അംബാസഡർ ടി പി ശ്രീനിവാസൻ ഒന്നുകൂടി ഈ ഘട്ടത്തിൽ ചോദിക്കട്ടെ, ഞാൻ പിന്നീട് താങ്കളെ ബന്ധപ്പെടാം. ഈ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞതും സൂചനകൾ നൽകിയതും മറ്റൊന്ന്, അദ്ദേഹം നൽകിയ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഇംപ്രഷൻ തന്നെ അതുകൊണ്ട് വേറൊന്നാണ് ലോകത്തിന് കിട്ടുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ കളം മാറ്റി ചവിട്ടുന്നു, പോപ്പുലർ ഇംപ്രഷൻ മാറുന്നു എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പിന്നെ അദ്ദേഹം ഏത് ചേരിയെ ആണ് പ്രതിനിധാനം ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ? അല്ല, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു വെള്ളക്കാരുടെ അല്ലെങ്കിൽ ഒരു അമേരിക്കയുടേതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അത് അദ്ദേഹം അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. പക്ഷേ അതല്ല, അതുകൊണ്ട് മാത്രം അമേരിക്കയുടെ മുഴുവൻ പ്രസിഡന്റ് ആകാൻ അദ്ദേഹത്തിന് കഴിയുകയില്ല. ഇപ്പൊ ലിങ്കൺ മെമ്മോറിയൽ അദ്ദേഹം ചെയ്ത പ്രസംഗം വളരെ അംഗീകരിക്കാവുന്നതായിരുന്നു പലർക്കും. അപ്പോ അദ്ദേഹം അന്ന് പറഞ്ഞ അന്ന് തെറ്റുകളൊന്നും റിപ്പീറ്റ് ചെയ്യാതെ അതിൽ നിന്ന് മാറിപ്പോയത് കൊണ്ട് അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ സപ്പോർട്ട് മാറിപ്പോവുകയില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രസിഡന്റാണ് അവർക്ക് വേണ്ടത് എന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ മാറ്റി പറയുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു ക്രെഡിറ്റബിൾ ആയിട്ടാണ് വരാൻ പോകുന്നത്, അല്ലാതെ അത് ദ്രോഹമായിട്ടല്ല. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം ശ്രീ ടി പി ശ്രീനിവാസൻ. ശ്രീ ഒ അബ്ദുള്ള, അതായത് ഇവിടെ ആശങ്കകൾ കുറയ്ക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പലരും വിലയിരുത്തുന്നത്, ശ്രീ ടി പി ശ്രീനിവാസൻ ഉൾപ്പെടെ. അതേസമയം ഡോക്ടർ പി ജെ വിൻസെന്റും ശ്രീ റെജിയും ഒക്കെ ഈ ആശങ്കകൾ ഉള്ളപ്പോഴും ഡൊണാൾഡ് ട്രംപ് ആണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ കിട്ടാവുന്ന പ്രസിഡന്റ്, അമേരിക്കയുടെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് മാറ്റങ്ങൾ വരുത്താൻ അമേരിക്കയ്ക്ക് തിരഞ്ഞെടുക്കേണ്ട പ്രസിഡന്റ് എന്നതും അവർ സൂചിപ്പിക്കുന്നുണ്ട്. അംബാസഡർ ടി പി ശ്രീനിവാസൻ ഉള്ളതിൽ ചോയ്സിൽ ഏറ്റവും മികച്ചത് അവർ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോഴും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഇവർ പറയുന്നതിനകത്ത്. പക്ഷേ കാണേണ്ട ഒന്നുണ്ടല്ലോ ശ്രീ ഒ അബ്ദുള്ള, അതായത് കഴിഞ്ഞ ദിവസം ഗാർഡിയനിൽ കണ്ട വാർത്ത തന്നെയാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത്. ഇന്നിപ്പോൾ കാണാൻ പോകുന്ന ഒരു കാഴ്ച, സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ ഒരു ഭാഗത്ത് നിൽക്കുക ഹിലാരി ക്ലിൻ്റൺ ആയിരിക്കും. അത് അതിൻ്റെ കീഴ്വഴക്കമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ഈ ഹിലാരി ക്ലിൻ്റനെ ജയിലിലടയ്ക്കും എന്നാണ് ആരാധകരോട്, അണികളോട്, ഒരുപക്ഷെ സ്വയം വിശ്വസിച്ചുകൊണ്ടും അന്നത്തെ ശരീരഭാഷ അനുസരിച്ച് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊന്നും നടക്കുന്നില്ലല്ലോ, പിന്നെ ആശങ്കപ്പെടണമോ? അല്ല, സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ ജയിലിൽ പിടിച്ചെടുക്കുക? സത്യപ്രതിജ്ഞ കഴിയട്ടെ എന്നിട്ട് പൂർവ്വം പിടിച്ച് ജയിലിട്ടാൽ പോരെ. ഇതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹിലാരി ക്ലിൻ്റനെ പിടിച്ച് ജയിലിടണോ ഇടണ്ടേ എന്നതിനേക്കാൾ അധികം വരാൻ പോകുന്ന മാറ്റങ്ങൾ, അമേരിക്ക ഇതുവരെ സ്വീകരിച്ചു പോകുന്ന വിദേശ നയങ്ങൾ, ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം, അവിടുത്തെ എക്കണമിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്കാണല്ലോ നമ്മൾ ഗൗരവപരമായ ഒരു ചർച്ചയിൽ പ്രാധാന്യം നൽകേണ്ടത്. അതനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ താങ്കൾ ആദ്യം പറഞ്ഞ മാതിരി അവിടെ ഒരുമിച്ച് കൂടിയതായ പ്രതിഷേധക്കാർ അതൊരു വസ്തുത തന്നെയാണ്. ഇന്ത്യയിലായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തരം പ്രതിഷേധക്കാരെ CCTV അതിൻ്റെ ഫൂട്ടേജ് കണ്ട് പിടിച്ച് അവരെ അറസ്റ്റ് ചെയ്യും, അവരുടെ വീടുകളിൽ കയറി ആക്രമിക്കും, അതിന് എല്ലാ ഏർപ്പാടും ഇവിടെ ഉണ്ടാവും. അത് അമേരിക്കയിൽ നമ്മൾ കണ്ടുപഠിക്കണം. നമ്മുടെ ക്വാളിറ്റി ഓഫ് ഇത് പറയുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അമേരിക്ക വളരെ മുന്നിലാണ് ജനാധിപത്യത്തിൽ, നമ്മൾ ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് മുന്നിലുള്ളത്. അപ്പോൾ അക്കാര്യം നമ്മൾ വകവെച്ച് കൊടുത്താൽ തന്നെ ലോക രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ലോക പോലീസ് എന്നാണല്ലോ അമേരിക്കയെ പറ്റി അവരോ മറ്റുള്ളവരൊക്കെ പറയുന്നത്. ആ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ വരാൻ പോകുന്ന 4 വർഷം വളരെ വളരെ പ്രധാനപ്പെട്ടതും ഗുരുതരവുമായിരിക്കും. അതിൽ ഓരോന്നോരോന്നെടുത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഒന്ന് നാറ്റോ എന്ന് പറയുന്നത് കുറേ കാലങ്ങളായി യൂറോപ്പിനെ ഞങ്ങളിങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ഇതുവരെ ബില്ല് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പണം കിട്ടിയിട്ടില്ല. എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? യൂറോപ്പിനെ സംരക്ഷിക്കേണ്ട ബാധ്യത എന്താണ് അമേരിക്കയ്ക്ക്? അതുകൊണ്ട് കാശ് തരണം, കാശ് തരാത്ത പക്ഷേ ഞങ്ങളെ സംരക്ഷിക്കില്ല എന്ന് പറയുന്നതിന് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ചൈന കഴിഞ്ഞ ദിവസം പ്രതികരിച്ചല്ലോ, ഇയാളെന്താ ഒരു ചിരിപ്പിക്കുന്ന പ്രസിഡൻ്റാണോ? എന്തൊക്കെയോ തമാശ വിളിച്ചു പറയാം. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു തമാശ ഉണ്ട്, അമേരിക്കയുടെ മുങ്ങിക്കപ്പൽ അവർ പിടിച്ചു വെച്ചു, അപ്പം ട്രംപിൻ്റെ പ്രതികരണം അവരില്ലാത്തതുകൊണ്ടല്ല അവരെടുത്തോട്ടെ, അത് മറ്റു രാജ്യങ്ങൾ തമ്മിലായിരുന്നെങ്കിൽ അത് പിടിച്ചു കിട്ടാൻ വേണ്ടി ഒരു യുദ്ധം ഉണ്ടാകുമായിരുന്നു, അത് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞതോട് ചൈന പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങളുടെ സാധനം തൊണ്ടി മുതൽ ഇവിടുന്ന് കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ചൈനയുമായുള്ള ബന്ധം, ചൈനയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ അമേരിക്കയിൽ ഏറ്റവും കൂടുതലുള്ളത്. ആ ചൈനയുമായിട്ട് ഒരു ബിസിനസ് ഒരു ട്രേഡ് വാർ നടക്കാൻ പോകുന്നു എന്നാണ് പ്രവചനം.
അത് അവരെ ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ എങ്ങനെ ബാധിക്കും, ചൈനക്കാരെ മാറ്റി നിർത്താൻ അമേരിക്കക്ക് കഴിയുമോ, അതുപോലെ തായ്വാൻ്റെ നേരെയുള്ളതായ ആ പൊളിറ്റിക്സിൽ വന്നതായ മാറ്റം, അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലോകക്രമം ഡിസോർഡറിലൂടെ വന്നതായ ഒരു ഓർഡറാണ്. ആ ഓർഡറിനൊക്കെ അദ്ദേഹം മാറ്റി പുനഃപരിശോധിക്കുമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്ത് വളരെ വലിയ തോതിൽ ചർച്ച ചെയ്യേണ്ടതാണ്. മറ്റൊന്ന് റഷ്യയുമായിട്ടുള്ള ബന്ധം. ആ ബന്ധം അമേരിക്കയുടെ എപ്പോഴത്തെ ശത്രു, മുമ്പത്തെ ശത്രു റഷ്യയാണ്. ആ ശത്രു മേലിലും റഷ്യ തന്നെ ആയിരിക്കും എന്ന് ഇദ്ദേഹം പറയാം. ഒബാമ നേരെ മറിച്ച് പറയാം. പക്ഷേ ഇദ്ദേഹം പറയുന്നത് റഷ്യയുടെ കൈപിടിച്ചുകൊണ്ട് പൊതുശത്രുവിനെ നേരിടും. ആ പൊതുശത്രു ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ പോലുള്ളതായ മറ്റൊരു ഖലീഫ. ഇദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളെ ഞങ്ങൾ അവിടെ നിന്ന് തുടച്ചു നിൽക്കുന്നതാണ്. ഈ ബഗ്ദാദ് അബൂബക്കർ ഖലീഫ എന്ന് പറയുന്ന വിദ്വാൻ, അയാൾ പറഞ്ഞതായിട്ട് പറയുന്നത് മുസ്ലിങ്ങളെ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ അബൂബക്കർ ബഗ്ദാദിൻ്റെ പറയുന്നതിന് നമ്മൾ വലിയ ഒന്നായിട്ട് ഭീകരത എന്ന് പറയുന്നു. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കുകയും കോട്ടിടുകയും പെൺകുട്ടികളെ കൈ പിടിക്കുകയും പെൺകുട്ടികളെ കൂടെ നടക്കുകയും പെൺകുട്ടികൾ ഓരോന്ന് വിളിച്ച് പറയുകയും ചെയ്യും. അബൂബക്കർ ഖലീഫക്ക് അങ്ങനെ പെൺകുട്ടികളോട് കൂടെ ഉള്ളതൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു പാശ്ചാത്യ സംസ്കാരത്തിന് നമ്മൾ വകവെച്ച് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ഒന്ന് ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെ വേണമല്ലോ നമ്മൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് ഓരോന്നും നമുക്ക് എടുത്ത് ചർച്ച ചെയ്യാം. എനിക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ട് എനിക്ക് ഡോക്ടർ പി ജെ വിൻസെന്റ്, ഇപ്പോ ശ്രീ ഒ അബ്ദുള്ള പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചിലതെടുത്ത് പരിശോധിച്ചാൽ, ഇപ്പൊ നാറ്റോയുടെ കാര്യം ഒന്ന്, റഷ്യയുടെ കാര്യത്തിൽ വളരെ ചിരിയുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ട്രംപിനെ സംബന്ധിച്ച് വരുന്ന വാർത്തകൾ. ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്ത് പോകേണ്ട ഘട്ടം തന്നെയാണോ ഇത്? തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യണം. ഇപ്പോൾ റഷ്യ അമേരിക്ക ബന്ധത്തിൽ ഇപ്പോൾ അവരുടെ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള മാറ്റിസും അതുപോലെ റെക്സ് ടില്ലേഴ്സൺ, അദ്ദേഹമാണല്ലോ വിദേശകാര്യ മന്ത്രിയായിട്ട് വരുന്നത്. ടില്ലേഴ്സൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന് അവാർഡടക്കം റഷ്യ കൊടുത്തതാണ്. അപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിൽ ഈ സൗഹൃദം യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു വരുന്നത് വെസ്റ്റ് ഏഷ്യൻ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പശ്ചിമേഷ്യ, അത് അമേരിക്കയുടെ ആഗോള സ്വാധീനത്തിൽ വന്നിട്ടുള്ള ഒരു കുറവും നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ എടുക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇറാൻ പ്രശ്നങ്ങൾ, അതുപോലെ സിറിയയിലുള്ള ഇടപെടൽ, ഇവിടെ ഒന്നും അമേരിക്കയ്ക്ക് അതിൻ്റെ താല്പര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. മാത്രമല്ല പശ്ചിമേഷ്യൻ വിഷയത്തിൽ റഷ്യയും ചൈനയും തമ്മിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഐക്യം വളരെ കൃത്യമായി അമേരിക്കയുടെ നിലപാടുകളെ വീറ്റോ ചെയ്യാനും തടയാനും ഇപ്പോൾ പര്യാപ്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഘർഷ മേഖല രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ഇപ്പോൾ കിഴക്കൻ ഏഷ്യയിലാണ്. അവിടെ പക്ഷേ ചൈന ഉത്തര കൊറിയ സഖ്യത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടലിനെ പ്രതിരോധിക്കാൻ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. അവിടെ ഒരു സംഘർഷ മേഖല ഇപ്പോൾ രൂപപ്പെട്ടു വന്നത്. ഒരു ഭാഗത്ത് ജപ്പാനും ദക്ഷിണ കൊറിയയും റഷ്യയും ഉത്തര കൊറിയയും ചൈനയും അടങ്ങുന്ന സംഘർഷ മേഖല. അവിടെ അമേരിക്കയ്ക്ക് അവരുടെ ശക്തിയായിട്ട് ഇടപെടാനോ അവരുടെ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റുന്നില്ല. ഇനി യൂറോപ്പിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ സമഗ്ര ആധിപത്യം പുലർത്തുന്നത് ഇപ്പോൾ ജർമ്മനിയാണ്. അവിടെ അമേരിക്കയ്ക്ക് കാര്യമായ സ്വാധീനമില്ല. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെ ഒന്നും ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് അമേരിക്ക. പക്ഷേ അവർക്ക് ഈ മേഖലയിലൊന്നും കാര്യമായി സ്വാധീനം ചെലുത്താൻ പറ്റുന്നില്ല. പിന്നെ അവരുടെ മൂക്കിന് താഴെ കിച്ചൺ ഗാർഡൻ ഓഫ് അമേരിക്ക എന്ന് വിളിച്ചിരുന്ന പ്രദേശമാണല്ലോ ലാറ്റിൻ അമേരിക്ക. ലാറ്റിൻ അമേരിക്കയിലെ പിങ്ക് വസന്തത്തിന് ശേഷം അവിടെയുള്ള ഒട്ടുമിക്ക ഗവൺമെൻറ്റുകളും തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാരുകളും ഇപ്പോൾ ചില വലത് സമീപനം പുലർത്തുന്ന സർക്കാരുകളും ഒക്കെ അമേരിക്കൻ വിരുദ്ധതയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരേ സ്വരത്തിലാണ്. അത് ഹ്യൂഗോ ഷാവേസിൽ നിന്നും ഫിഡൽ കാസ്ട്രോയിൽ നിന്നും തുടങ്ങിയ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്നൊക്കെ പറയുന്ന പുതിയ ഒരു ആശയവും ഒരു കൂട്ടായ്മ അവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ബൊലിവേറിയൻ അലയൻസ് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്, അൽബ. അവർ ശക്തമായ അമേരിക്കൻ വിരുദ്ധത പുലർത്തുകയാണ്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ പഴയതുപോലെ അതിൻ്റെ ആധിപത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മേഖലകൾ തന്നെ വളരെ കുറവാണ്. മാത്രമല്ല നാറ്റോയെ സംബന്ധിച്ചുള്ള ഒരു മുൻ ധാരണ തന്നെയുണ്ട്. മൊത്തം GDP-യുടെ 2% സൈനിക ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്നാണ്. അപ്പോൾ ഒരു രാജ്യങ്ങളും അത് വിനിയോഗിക്കുന്നില്ല. അമേരിക്കയാണ് ഏറ്റവും അധികം പൈസ മുടക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് മറ്റ് രാജ്യങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഇനി അമേരിക്ക പൈസ മുടക്കില്ല. അപ്പോൾ അമേരിക്കയുടെ ഒരു അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന മേഖലയിൽ മാത്രം ഇടപെടുകയും അല്ലാത്ത മേഖലയിൽ പിൻവാങ്ങുകയും ചെയ്യും. ഒരുപക്ഷെ 1941 പേൾ ഹാർബർ ആക്രമണത്തിന് ശേഷം അമേരിക്ക തുടർന്ന് വന്ന അമേരിക്കൻ ഇന്റർനാഷണലിസത്തിൽ നിന്നുള്ള ഒരു പിന്നടത്തം ഇതിൽ കാണുന്നുണ്ട്. അതേസമയം ഞാൻ തിരിച്ചു വരാം ശ്രീ റെജി ലൂക്കോസിലേക്ക് വരാം. ഇപ്പോൾ ഡോക്ടർ ജി ഗോപകുമാർ, കേന്ദ്ര സർവകലാശാലയുടെ വൈസ് ചാൻസലർ, അന്താരാഷ്ട്ര കാര്യ വിദഗ്ധൻ കൂടിയാണ് ഡോക്ടർ ജി ഗോപകുമാർ. ഡോക്ടർ ജി ഗോപകുമാർ, ഈ ട്രംപിനെ വിലയിരുത്തുകയാണിപ്പോൾ. ഇന്ന് അല്പസമയം കഴിയുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റായി മാറുന്ന ഡൊണാൾഡ് ട്രംപ് എന്തൊക്കെ നിരീക്ഷണങ്ങളിലൂടെ പോയാലും അതൊരു യാഥാർത്ഥ്യമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ
ട്രംപിൻ്റെ മുൻ പ്രസംഗങ്ങളൊക്കെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ലോകത്തിൻ്റെ തന്നെ ക്രമത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പല സൂചനകളും നൽകിയതാണ്. പ്രത്യേകിച്ച് റഷ്യയുമായിട്ടുള്ള ബന്ധമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ വളരെ വൈരുദ്ധ്യം നിറഞ്ഞ നയപരമായ പല സമീപനങ്ങളും പ്രസ്താവനകളും ബരാക് ഒബാമയിൽ നിന്ന് വ്യത്യസ്തമായി ഡൊണാൾഡ് ട്രംപിൽ നമ്മൾ ഇതിനകം തന്നെ വായിച്ചു കഴിഞ്ഞു. ലോകത്തിലെ പല രാജ്യങ്ങളിലെ വിദേശ രാജ്യങ്ങളിലെയും തലസ്ഥാനങ്ങൾ ഇപ്പോൾ വളരെ ആശങ്കയോടുകൂടിയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചെയ്തികളെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള പ്രസംഗത്തെ കാത്തിരിക്കുന്നത്. താങ്കൾ എങ്ങനെ വിലയിരുത്തും? പറഞ്ഞ ആശങ്കകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അവിടെ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും അങ്ങേയറ്റം വലതുപക്ഷ തീവ്ര ദേശീയത ആശയങ്ങളായിരുന്നു. അത്തരം ആശയങ്ങൾ ഓരോന്നോരോന്നായി ഓർത്തു കഴിഞ്ഞാൽ കുടിയേറ്റത്തിന്റെ കാര്യമാണെങ്കിലും നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യമാണെങ്കിലും റഷ്യയുമായിട്ടുള്ള ബന്ധമാണെങ്കിലും ചൈനയുമായിട്ടുള്ള ബന്ധമാണെങ്കിലും പാകിസ്ഥാനെ കാണുന്ന രീതിയിലും ഇതെല്ലാം ഓരോന്നോരോന്നായി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതുവരെ ഒബാമ തുടർന്നിരുന്ന ഒരു ലിബറൽ ചിന്താഗതിക്ക് വിരുദ്ധമായ ഒരു നയമായിരുന്നു. അത് അമേരിക്കയ്ക്ക് സാമ്പത്തിക ഗുണം ചെയ്യും എന്നുള്ളൊരു കണക്കിൽ വലതുപക്ഷ തീവ്ര ദേശീയതയായിരുന്നു. അത് രാജ്യത്തിലെ ഒരു പുത്തൻ ദേശീയ ആശയത്തെ വലുതാക്കി കൊണ്ടുവരിക, അവിടുത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് തൊഴിലൊന്നും കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയൊരു നയം കൊണ്ടുവന്നാൽ അത് തൊഴിലവസരങ്ങൾ കിട്ടും എന്ന് തൊഴിലാളികളെ കൂടുതൽ ആവേശം കൊള്ളുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ ഒരു വശത്തും, മറുവശത്ത് അൾട്രാ ക്യാപിറ്റലിസത്തിൽ വരുന്ന ആശയങ്ങൾ, അതായത് ആഗോളവൽക്കരണം അവർക്ക് ഗുണം ചെയ്യാത്തത് കൊണ്ട് അമേരിക്കയിലെ ദേശീയതയിൽ ഊന്നിയ വലതുപക്ഷ മുതലാളിത്തം വളർത്തിപ്പിക്കണം എന്നുള്ള ആഗ്രഹം. ഈ രണ്ട് നയങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് അദ്ദേഹത്തിന് വിജയത്തിൽ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമോ എന്നുള്ള ആശങ്ക. നടപ്പിലാക്കാൻ തുടങ്ങിയാൽ അത് അമേരിക്കയ്ക്കും പുറം രാജ്യങ്ങൾക്കും വലിയ ഭീഷണി ഉണ്ടാകുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് ഇത് നടപ്പിലാക്കാൻ പറ്റാതെ ഒബാമ ചെയ്തതുപോലെയുള്ള ലിബറൽ ചിന്താഗതിയിലേക്ക് മാറുകയാണെങ്കിൽ, അത്തരം ലിബറൽ ചിന്താഗതിയിലേക്ക് മാറുമ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആൾക്കാർക്കുണ്ടാകുന്ന അമർഷം അതെങ്ങനെ നേരിടുമെന്നുള്ളതാണ്. കാരണം എന്തൊക്കെ പ്രസംഗത്തിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞാലും ഭരണത്തിലിരിക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നയങ്ങളിൽ ചില അയവുകൾ ഇപ്പോൾ തന്നെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടൊരു പോളിസിയിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഭരിക്കാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് അദ്ദേഹം ഉടലെടുത്ത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ വിമർശനം വരും. ആ വിമർശനത്തെ അദ്ദേഹം എങ്ങനെ നേരിടും? എന്തായാലും നമ്മളൊക്കെ തന്നെ ആശങ്കയോടുകൂടി കാണുകയാണ് ഈ വരും 4 വർഷം അമേരിക്കയുടെ ഭാവി എന്താണ്, ലോകത്തിന്റെ ഭാവി എന്താണ് എന്നുള്ളതാണ്. ഡോക്ടർ ഗോപകുമാർ, ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ. ഇപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ ഈ വോട്ട് ചെയ്ത ആളുകളുടെ ഒരു പ്രതികരണം കൂടി നോക്കിയാണ് ട്രംപ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന്, അങ്ങനെയാണെങ്കിൽ എങ്ങോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച്. പക്ഷേ ഈ അമേരിക്കയുടെ ഈ വോട്ടിംഗ് സിസ്റ്റം തന്നെയാണല്ലോ അവിടെ വീണ്ടും നിരീക്ഷണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഏത് വോട്ടർമാരെയാണ് അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഗണിക്കുക? ഡൊണാൾഡ് ട്രംപിന് പോപ്പുലർ വോട്ടിൽ വളരെ പുറകിലാണ് അദ്ദേഹം. ഈ ഇലക്ട്രൽ കോളേജിൻ്റെ വോട്ടിൽ മാത്രമാണ് അദ്ദേഹം മുമ്പിൽ. അപ്പോൾ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളിലാണോ അദ്ദേഹം കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക? അതായത് അമേരിക്കയിലെ സ്റ്റേറ്റുകളുടെ കാര്യങ്ങളിലാണോ അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുക്കുക? അതോ ഈ പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള ചില ഇമോഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ആണോ? താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് ഈ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ? പ്രായോഗികമായിട്ട് എനിക്ക് തോന്നുന്നത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ നന്നാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. 1, തൊഴിലില്ലായ്മയുടെ വർധനവ്. 2, അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടി. 3, കുടിയേറ്റക്കാരുടെ പ്രശ്നം. ഈ കുടിയേറ്റക്കാർ വന്ന അമേരിക്കയിലെ നാട്ടുകാർക്കുള്ള ജോലി ഇല്ലാതാക്കി. ഇങ്ങനെ തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ ഒരു വശത്തും. മറ്റൊന്ന്, ഇത് ചില സംസ്ഥാനങ്ങൾക്ക് തന്നെ വ്യവസായവൽക്കരണം തകർന്നുപോയി, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി തകർന്നുപോയി. ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു റീജുവനേഷൻ, ഒരു പുനർജീവനം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തും. ചുരുക്കത്തിൽ സാമ്പത്തികമായി വളർത്താനാണ് ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണ്?
അദ്ദേഹം ഒരു മുതലാളിത്ത പശ്ചാത്തലത്തിൽ നിന്ന് വന്ന അദ്ദേഹം തന്നെ സ്വന്തമായിട്ട് ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ഉണ്ടാക്കുകയും അദ്ദേഹത്തിന്റെ പേരിൽ സ്വകാര്യ സർവകലാശാലയും ഇങ്ങനെ തുടങ്ങി ഒരുപാട് വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാക്കി പലതിലും പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് ഭരണപരമായ യാതൊരു അനുഭവവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകളുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പിതാവ് സമ്പാദിച്ചു കൊടുത്ത വലിയ സ്വത്തുകൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും നേരിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ആയ ബിസിനസ് ലൈൻ ഒരു വശത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് രണ്ട് എക്സ്ട്രീംസ് ആണ്. ഒന്ന്, റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ മുതലാളിത്ത സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ ഈ മുതലാളിത്ത സംവിധാനം എന്ന് പറയുന്നത് ഗ്ലോബലൈസ്ഡ് മുതലാളിത്തമല്ല, ഇന്റേണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റലിസമാണ്, നാഷണൽ ക്യാപിറ്റലിസമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലുള്ള വളർച്ചയ്ക്ക് ശ്രമിക്കും. ഇതൊന്ന്. മറുവശത്ത് അദ്ദേഹം സ്വന്തം മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ അദ്ദേഹത്തിന് സഹായിച്ചു എന്ന് കണക്കാക്കുന്ന വെളുത്ത ആൾക്കാരുടെ, തൊഴിലാളികളായ വെളുത്ത ആൾക്കാരുടെ വോട്ടുകൾ, അവർക്ക് തൊഴിലുണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ തൊഴിലുണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ ഗ്ലോബലൈസേഷനിൽ പറഞ്ഞ പല കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടി വരും. ഇപ്പോൾ ഔട്ട്സോഴ്സിംഗ് മാറ്റി അമേരിക്കയിൽ സാമ്പത്തിക ശക്തി കൊണ്ടുവരാമെന്ന് പ്രോമിസ് ചെയ്ത് വന്ന ഒബാമയ്ക്ക് അത്രത്തോളം നേടാൻ കഴിഞ്ഞില്ലാത്തത് കൊണ്ടാണല്ലോ ഹില്ലരി ക്ലിന്റൺ ഈ തെരഞ്ഞെടുപ്പിൽ തോക്കാൻ ഒരു കാരണം. അപ്പോൾ ഇത്തരത്തിൽ തിരിച്ച് അമേരിക്കയുടെ അകത്തുള്ള സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കുകയും അമേരിക്കയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. ഈ രണ്ട് എക്സ്ട്രീമസ് ആയിരിക്കും ട്രംപ് സാമ്പത്തിക രംഗത്ത് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇടയ്ക്ക് താങ്കളിലേക്ക് വീണ്ടും ബന്ധപ്പെടാം. ശ്രീ റെജി ലൂക്കോസിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു ഇടവേള